ഹായ് ഗായ്സ്, വെൽക്കം ടു ഹെലൻ റിയാക്സ്. അപ്പോൾ ഇന്ന് മെയ് 29 അപ്പോൾ മെയ് 29ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഹെലൻ എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമേനെ പറ്റിയാണ്. ടൂറിസ്റ്റ് ഫാമിലിനെ പറ്റി പറയാനാണെങ്കിൽ ടൂറിസ്റ്റ് ഫാമിലി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അഭിഷൻ ജീവിന്ദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടറാണ്. ആളുടെ ആദ്യത്തെ സിനിമയാണ്, ഡെബ്യൂ ആണ്. അപ്പം ഞാൻ എവിടെയോ വായിച്ച പുള്ളി കുറേ നാൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടി ചാൻസ് വെച്ച് നടന്ന് കിട്ടാതെ അദ്ദേഹം എഴുതിയൊരു സിനിമ, അദ്ദേഹം ഡയറക്റ്റ് ചെയ്തൊരു സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി എന്നുള്ളത്. സിനിമയിൽ മെയിൻ ലീഡ് ശശികുമാർ, പിന്നെ മിഥുൻ ജയശങ്കർ, നമ്മുടെ ആവേശത്തിലെ ബിബി മോൻ, പിന്നെ രമേശ് തിലക്, സിമ്രാൻ, പിന്നെ അങ്ങനെ ഒരുപാട് കാസ്റ്റുകളുണ്ട്. ഭഗവതി പെരുമാളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇതിലെടുത്ത് പറയാനുള്ളത്, ഇതിലൊരു ഏറ്റവും ഒരു ചെറിയൊരു പയ്യനുണ്ട്, കമലേഷ് എന്നാണ് അവൻ്റെ പേര്. വളരെ രസമായിട്ടാണ് ആക്ട് ചെയ്തത്. അതായത് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പയ്യൻ്റെ സെക്ഷനിൽ ആ പയ്യൻ്റെ ആ ഒരു ക്യാരക്ടർ വരുമ്പം എന്താണെന്ന് എന്താ പറയുക, നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അതുപോലെയായിരുന്നു. പിന്നെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ മെയ്യഴകൻ്റെ ഒക്കെ കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് എക്സ്ട്രീം ഫീൽ ഗുഡ് വിത്ത് എക്സ്ട്രീം ഗുഡ് പീപ്പിൾ. ഭയങ്കര ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഒരിക്കലും ലോകത്തിൽ നടക്കാത്തൊരു സംഭവം പോലെയാണ് എനിക്ക് തോന്നിയത്. ശരിയാണ്, സിനിമയെല്ലാം ജീവിതമല്ല. പക്ഷെ ഇത് ഒരു എന്താ പറയുക, നടക്കണേ എന്ന് തോന്നിയ ഒരു നടക്കാത്ത ഒരു ഒരു വില്ലേജ് അല്ല, ഒരു ലൊക്കാലിറ്റി. അവിടെയൊക്കെ ജനിക്കാൻ പറ്റുവാണെങ്കിൽ എന്ത് ഭാഗ്യമാണ് എന്ന് ഞാൻ ഇടയ്ക്കൊന്ന് ചിന്തിച്ചു പോയി. അപ്പോൾ അതാണ് സിനിമയുടെ പ്ലോട്ട് നടക്കുന്നത്. അവിടെയാണ് ഈ സിനിമ ഡെവലപ്പ് ചെയ്തു പോകുന്നത്. അപ്പം ശ്രീലങ്കയിൽ നിന്ന് വരുന്ന ഒരു ഫാമിലിയുടെ സ്റ്റോറിയാണിത്. പിന്നെ കാണുന്നവരെല്ലാം വളരെ നല്ല മനുഷ്യരാണ്. പിന്നെ എനിക്കിതിൽ എല്ലാം ഇഷ്ടപ്പെട്ടു. അതായത് പ്ലോട്ട് നല്ലതാണ്, ഫീൽ ഗുഡാണ്, എക്സ്ട്രീംലി ഗുഡാണ്, എക്സ്ട്രീംലി നല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ല ആളുകളാണ്. ഇപ്പോൾ ആകെപ്പാടൊരു നന്മയുള്ളൊരു സിനിമയാണ്. പിന്നെ ചില സ്റ്റീരിയോ ടൈപ്സ് പോർട്രേ ചെയ്തത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഫോർ എക്സാമ്പിൾ, നന്മയുള്ള സ്ഥലത്ത് ഒരു ഹിന്ദി സംസാരിക്കുന്ന പോലീസുകാരൻ അത് പയ്യെ ഒരു വില്ലൻ ആർക്കിലേക്ക് പോണു. മാത്രമല്ല അയാൾ എല്ലാവരെയും ഉപദ്രവിക്കുന്നു. മെസ്സേജ് കൊടുക്കാൻ വേണ്ടി എന്തോ സംഭവിച്ച പോലെ ഒരു സംഭവം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണ് എനിക്കത് പോർട്രേ ചെയ്യേണ്ടതെന്ന് പറയാൻ അറിയില്ല. എന്തായാലും എനിക്ക് എക്സ്ട്രീം ഫീൽ ഗുഡ് ആയതുകൊണ്ട് തന്നെ എവിടേക്കോ എന്തോ ഒരു സിനിമ എൻഡ് ചെയ്തപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു എന്തോ ഒരു നുണ ആരോ എന്നോട് നുണ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. സിനിമ കാണുമ്പോൾ എല്ലാം സത്യം പറഞ്ഞ പോലെയാണെന്നല്ല ഞാൻ പറയണത്. പക്ഷെ നമ്മളെ വിളിച്ചിരുത്തി ഒരു കാര്യം സംസാരിച്ച് നമ്മുടെ അടുത്ത് ഒരാളൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നുണയാണെന്ന് മനസ്സിലാവുമല്ലോ. അതുപോലെ തോന്നി. കാരണം ചിലപ്പോൾ ആ സിനിമ പോയത് അത്രയും എന്താ പറയാ, അത്രയും ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കാണിക്കുന്ന പോലെ പോയതുകൊണ്ടാവാം അവസാനം എത്തിയപ്പോൾ ഒരു നുണക്കഥ കേട്ട പോലെ എനിക്ക് തോന്നി. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പേഴ്സണലി എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത്. സിനിമ ഒരുപാട് പേർക്ക് ഇഷ്ടമായി, എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് വന്നു. പിന്നെ ബാക്കിയെല്ലാം ക്യാരക്ടേഴ്സ് ആയാലും എല്ലാം അടിപൊളിയാണ്. നല്ല പടമാണ്. 1 ടൈം അല്ലെങ്കിൽ 2 ടൈം വാച്ചബിൾ ആണെന്ന് ഞാൻ പറയും. എനിക്ക് ടൂറിസ്റ്റ് ഫാമിലിനെ പറ്റി പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു.